രൂപയ്ക്ക് 10 എന്ന കണക്കിന് കുഞ്ഞുലക്ഷ്മി അത് വിറ്റു. ശിവരാമപിള്ള ഓർക്കുകയാണ്. മാവ് വലിയ തടിയായി, വിറ്റാൽ നല്ല വില കിട്ടും. അറപ്പിച്ചാൽ 3 കോൽ വീതി പലക കിട്ടുമെന്ന് ഗോപാലൻ പറഞ്ഞു. അത് എറണാകുളത്തു നിന്നും കൊണ്ടുവന്ന മാങ്ങയുടെ അണ്ടി കുഴിച്ചിട്ടുണ്ടായ മാങ്ങയാണ്. വയസ്സനാണ്, കുറെ പണം കിട്ടും. പക്ഷെ വെട്ടിക്കളയാൻ തോന്നുന്നില്ല. വാർദ്ധക്യം കൊണ്ട് തന്നെത്താൻ ഉണങ്ങി പട്ടുപോയെങ്കിലോ? തടിയുടെ പട്ട വിണ്ടുകീറിയത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കണ്ടതാണ്. മണ്ണിനും വാർദ്ധക്യം ബാധിച്ചു. വളരുന്ന വൃക്ഷങ്ങൾക്കും വാർദ്ധക്യത്തിലെത്തി. ഇനി ഈ മണ്ണ് യുവത്വത്തിന്റെ കൈകളിലെത്തണം. അപ്പോൾ കൊന്ന തെങ്ങുകളും പഴക്കം ചെന്ന മാവും പ്ലാവും എല്ലാം വെട്ടിമാറ്റി വലിയ തൈകൾ വച്ചു പിടിപ്പിക്കും. ഈ കാണുന്ന മണ്ണായ മണ്ണു മുഴുവൻ എത്രയെത്ര തലമുറ വൃക്ഷങ്ങളെ വളർത്തിയവയാണ്. വസ്തുക്കളെല്ലാം ഒന്ന് കാണുക. നിലങ്ങളും പുരയിടങ്ങളും ഒരാഗ്രഹമാണ്. പക്ഷേ നടന്നെത്താൻ ശക്തിയില്ല. പരസഹായം വേണം. തോട്ടങ്ങൾക്ക് വിലയിടിവ് സംഭവിച്ചു പോയി. നിലങ്ങളും പുരയിടങ്ങളും നിൽപ്പായി. അത്ര വളരെയൊന്നും നേടിയിട്ടില്ല, എന്നാലും നേട്ടമുണ്ട്. വെറും വട്ടപൂജ്യമല്ല കണക്കിൽ ബാക്കി വരിക. എന്തൊക്കെയോ മിച്ചം വരും. കണക്കിൽ മിച്ചം വരുത്തിയിട്ടുള്ള യാത്രയാവും. അതാണ് ജനിച്ചതിന്റെ ഉദ്ദേശം. പ്രയത്നം കൊണ്ട് ജീവിതകാലത്ത് എന്തുമാത്രം തേങ്ങ വിളയിച്ചു, എത്രയായിരം പറ നെല്ല് വിളയിച്ചു? ആ ചോദ്യം ജീവിതത്തിന്റെ കണക്ക് തീർക്കലിൽ പെടുന്നവയാണ്. ഒരാൾ ജനിച്ച് ജീവിച്ച് വിട പറയുമ്പോൾ എന്തു ചെയ്തു എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ പറയേണ്ടതാണ്, ജീവിതത്തിൽ ആ ചോദ്യം മറ്റൊരു രൂപത്തിൽ ആദ്യമായി ഉദയം ചെയ്തു. ഉത്തരത്തെ നിർദ്ദേശിക്കുന്ന ചോദ്യം. എത്ര നെല്ല് വിളയിച്ചു? തിട്ടപ്പെടുത്താം, കണക്കുണ്ട്. സ്വല്പം പാടാണെന്നേ ഉള്ളൂ. തേങ്ങയുടെയും കണക്കുണ്ട്. ആ സുപ്രധാനമായ ചോദ്യത്തിന് മറ്റു പല ഉത്തരങ്ങളുമുണ്ട്. നെല്ലും തേങ്ങകളും വിളയിക്കുക മാത്രമല്ല, കൃഷിക്കാരനായിരുന്ന താൻ ഈ നാട്ടിലെ കർഷക വൃത്തിക്കും സംഭാവന ചെയ്തിട്ടുണ്ട്. പൊളിനിലം 1-ാം തരം കൃഷിഭൂമിയായി മാറ്റി. അത് കൃഷിയെ സംബന്ധിച്ചുള്ള ഒരു പരീക്ഷണമായിരുന്നു. ആ നിലം കിടക്കുന്ന പാടശേഖരം ഇന്ന് 1-ാം തരം വിളവ് തരുന്ന ഭൂമിയാണ്. അങ്ങനെ പുളിക്കത്ത് നിലങ്ങളിൽ ഒരു പ്രത്യേക തരം കൃഷി സമ്പ്രദായം തന്നെ നടപ്പാക്കി. അത് പിരിയാൻ നേരം കണക്ക് ചോദിക്കുമ്പോൾ തൻ്റെ ഇടത്തോടെ പറയാവുന്നതാണ്. ഓടി നടക്കാമായിരുന്ന കാലത്ത് ഒറ്റ തെങ്ങിന് പോലും ദീനം പിടിച്ചിരുന്നില്ല. ദീനലക്ഷണം ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുമായിരുന്നു. അപ്പോൾ പ്രതിവിധിയും മനസ്സിൽ വരും. അത് ചെയ്യും. അത് കണക്കിൽ വരവിനത്തിൽ പെടുത്താവുന്നതല്ലേ? പിന്നെയുമുണ്ട് 3 സന്താനങ്ങൾ. അവരെ മനുഷ്യവംശത്തിന് കൊടുത്തയക്കുന്നു. അവർ ചീത്തകളല്ല. ചീത്തകളാണെങ്കിൽ തന്നെയും എന്ത്? ചീത്തകളും ഈ ലോകത്തിന് വേണം. തിന്മയില്ലെങ്കിൽ നന്മ എങ്ങനെയുണ്ടാകും? ശിവരാമപിള്ള അത്ഭുതപ്പെട്ടു പോയി. ഈ വിധമൊക്കെ ചിന്തിക്കാൻ എങ്ങനെ കഴിയുന്നു? ഇന്നോളം ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല. മനസ്സിന് ഈ കഴിവ് എങ്ങനെ കൈവന്നു? എത്ര പറ നെല്ലുണ്ടാക്കി, എത്ര തേങ്ങ വിളയിച്ചു? പോകട്ടെ, മരിക്കാൻ നേരത്ത് കണക്ക് പറയണം. ആരോടാണ് കണക്ക് പറയേണ്ടത്? രാഘവൻ പിള്ള കണ്ട ആ പൂർവികന്മാരുടെ നീണ്ട നിരയോടോ, അതോ മുന്നിൽ അങ്ങനെ അനന്തമായി കാണുന്ന സന്താന പരമ്പരയോടോ? ഹാവോ, ശിവരാമപിള്ളയ്ക്കപ്പോൾ ആ 2 വരികളെയും കാണാമെന്ന് തോന്നി. വയസ്സ് ചെന്ന് മരിക്കുന്നവർക്കെല്ലാം ഒരുപക്ഷെ കാണാമായിരിക്കും. കരക്കാറ്റ് അടിച്ചു തുടങ്ങി. ഇത് ഏതു മാസമാണ്? കരക്കാറ്റ് തുടങ്ങാറായിട്ടില്ല. കാലാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകും. മുറ്റത്തിറങ്ങി ആകാശത്ത് നോക്കി നക്ഷത്രങ്ങൾ കണ്ടു കാലാവസ്ഥ നിശ്ചയിക്കാൻ കഴിയുമായിരുന്നു. അത് ചെറുപ്പത്തിലെ ശീലമാണ്. എവിടെ കാർത്തിക നിൽക്കുന്നു, എവിടെ തിരുവാതിര കാണാം, ഇതൊക്കെ അച്ഛൻ നോക്കിയിട്ട് ദേവപുലിയനോട് എന്ന് പുറവേലി കുത്തണമെന്ന് ശട്ടം കെട്ടുമായിരുന്നു. ആ ദിവസങ്ങളിലെ കാറ്റിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ദേഹത്ത് തട്ടുമ്പോൾ അനുഭവപ്പെടും. എന്തായിരുന്നു ആ പ്രത്യേകത? പറയാൻ ഒക്കുകയില്ല. ശിവരാമപിള്ളയുടെ ജരബാധിച്ച തൊലിക്ക് ഇന്നും അത് അനുഭവപ്പെടുന്നുണ്ട്. സുഖകരമായ ഒന്നാണ്. ഇട്ട് മൂടിപ്പുതച്ച് കിടന്നുറങ്ങാനുള്ളതല്ല. അത് ഉന്മേഷം തരുന്നു. ബാല്യം മുതൽ എന്നും അനുഭവപ്പെട്ടിരുന്നു. ഭൂമിക്കും ഒരു ഉണർവുണ്ടായിരുന്നു. ഉണർവല്ല, ഭൂമി ആകെ മതാലസയാകുന്നു. മാവടക്കം എല്ലാ വൃക്ഷങ്ങളും പൂക്കുന്നു. സസ്യങ്ങൾ കായ്ക്കാൻ തുടങ്ങുന്നു. നല്ല വെയില്, പക്ഷെ പൊള്ളുന്നില്ല. കാറ്റിന് ഒരു തണുപ്പ്. കാറ്റ് മൂളിപ്പാട്ട് പാടുന്നു. വികാരങ്ങളോടെ ബീജം സ്വീകരിക്കാൻ തയ്യാറായിരിക്കേണ്ട യോനിയെ പോലെ. പാടമായ പാടങ്ങൾ ഇന്നും ഉറങ്ങുന്നില്ല. വളരെ വളരെ പണ്ട് അങ്ങുമിങ്ങുമെല്ലാം ചക്രപ്പാട്ട് കേൾക്കുമായിരുന്നു. തവണ മാറ്റുമ്പോഴൊക്കെ ആർപ്പു വിളിയും. ആളുകൾക്ക് രാവില്ല, പകലില്ല. വെള്ളം വറ്റി നിലം കാണാൻ ഉത്കണ്ഠയാണ്. മണ്ണ് രജസ്വലയായോ എന്നറിയണം. വിത്ത് സ്വീകരിക്കാൻ തയ്യാറായോ എന്ന്.